കൃഷ്ണ ഗുരുവായൂരപ്പ. മട്ടന്നൂരിൽ നിന്ന് വന്നിട്ടുള്ള ശാലിനി, സ്മിത, മട്ടന്നൂരിൽ നിന്ന് വന്നിട്ടുള്ള സ്മിത എന്നിവർ ക്ഷേത്ര പരിസരത്തുണ്ടെങ്കിൽ ഭഗവതി നടക്ക് സമീപം എത്തിച്ചേരുക. അച്ഛൻ കാത്തു നിൽക്കും. നമ്മുടെ ഹോട്ടലിന്റെ പേര് പറയാട്ടോ, നോക്കിയില്ല, മറന്നുപോയി നോക്കാൻ. വെസ്പുകാരനെ കൊണ്ട് വേഗം കേറിയതാ. ഇങ്ങനെയൊന്നും അല്ലടാ. വണ്ടി സ്ലോ ആക്കൂല ആൾക്കാര്, അപ്പൊ നല്ല കച്ചവടം ഉണ്ടാവും. അതെ, ഈ മിററിലെ മുത്ത് കുലിക്കണ് മാല ആടുന്ന് കണ്ടറിയ എത്ര കുലിക്കുന്നുണ്ട്. മുത്തടക്കം ചെറിക്കണം. ഗുരുവായൂർക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. കൂടെ ആനന്ദമുണ്ട്. നാളെ സെപ്റ്റംബർ 5 അവിടെ ഒരു വെഡ്ഡിങ് ഷൂട്ടുണ്ട്, വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോഗ്രാഫി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഗുരുവായൂരിലേക്ക് പോകണം. സമയം ഒരു രാത്രി 7 മണിയായിരിക്കും. അപ്പോൾ ചെറിയൊരു വിശപ്പ്. അപ്പോൾ എരുമപ്പെട്ടി എത്തുന്നതിൻ്റെ മുന്നേ ഒരു ചെറിയൊരു ഹോട്ടൽ, തട്ടുകട സെറ്റപ്പിൽ ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ ദോശയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് പേപ്പർ ദോശയാണ്. ഇത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സാധനം അത്. പക്ഷേ ചട്നി നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരു ചായയും കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് ആ സ്ഥലം. അങ്ങനെ ഞങ്ങൾ സ്റ്റേ ചെയ്യേണ്ട ഹോട്ടലിലെത്തി. അവിടെ റൂമിലെത്തി ഒന്ന് ഫ്രഷായിട്ട് രാത്രി 10 മണിയായപ്പോൾ ചെറിയ വിശപ്പ്. അപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഫുഡ് കഴിക്കാൻ വേണ്ടി നടക്കുകയാണ്. എന്താ കഴിക്കാം? ബിരിയാണി, ചപ്പാത്തി, ഹെവി ആയിട്ട് കഴിച്ചാലോ? ഹെവി ആയിട്ട് കഴിച്ചാലോ? അങ്ങനെ പ്ലേറ്റ് വന്നു ഗൈസ്. വൃത്തി ഉണ്ടില്ലേ പ്ലേറ്റൊക്കെ? നല്ല വൃത്തി, ചോറ്. അങ്ങനെ നമ്മുടെ ബിരിയാണി എത്തി. എത്ര പീസ് ഉണ്ടോ? ഉണ്ടോ? മുട്ട ഉണ്ടോ? മുട്ടയില്ല കേട്ടോ. എടുക്ക. കച്ചമ്പറ്, എന്താ വെച്ചാൽ അച്ചാറ് മറന്നുപോയി. കഴിച്ചോ? കഴിക്കി. നമ്മുടെ ഹോട്ടലിന്റെ പേര് പറയാട്ടോ, നോക്കിയില്ല, മറന്നുപോയി നോക്കാൻ. വെസ്പുകാരനെ കൊണ്ട് വേഗം കേറി. ദമ്മ് പൊട്ടിച്ചിട്ടുള്ളതാണ്. സമയം 10 മണി. ഓക്കെ, ഞങ്ങളുടെ പൊറോട്ട വന്നു. എഗ് കറിയിൽ 2 എഗ്ഗൊക്കെ ഉണ്ട്. പൊറോട്ട പൊളിയാട്ടോ. പൊറോട്ട, മുട്ടക്കറി. എഗ് കറി. ആ പൊറോട്ട കിടക്കണോ? ഓ ചൂട് പാടില്ല. അത് ചൂടുണ്ടോ? കറി അടിപൊളി. ഓക്കെ, കഴിക്കേ. ഞാൻ കഴിക്കട്ടെ. 1 മിനിറ്റ് ടേസ്റ്റ് നോക്കാം. പൊറോട്ട മുറിയണില്ലല്ലോ. കുഴപ്പമില്ല. ചൂട് നല്ല ചൂടാ. ചൂട് പൊറോട്ട അല്ല, ഗ്രേവി. കറി ഭയങ്കര ചൂടാണ്. ഇപ്പൊ ഉണ്ടാക്കിയാണ്. എന്തായാലും കഴിച്ചു വേട്ടെ. ഗുരുവായൂർ ടെമ്പിളിന്റെ 300 മീറ്റർ മുമ്പാണ് ഫുട്ടാസ ഫാമിലി റെസ്റ്റോറന്റ്. ഡിന്നർ കഴിച്ച് ഞങ്ങൾ വീണ്ടും ഹോട്ടൽ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അലാറം കറക്റ്റ് 6 മണിക്ക് തന്നെ അടിച്ചു. അങ്ങനെ എണീറ്റു.
അങ്ങനെ ഞങ്ങൾ ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി നേരെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ് കെട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നീങ്ങുകയാണ്. പാർക്കിംഗ് ഏരിയയിൽ പോയി കാറിൽ കയറി നേരെ കിഴക്കേ നടയിലേക്ക്. അവിടെ പോയിട്ടൊരു ചായ കുടിക്കണം. അങ്ങനെ വണ്ടിക്ക് പാർക്ക് ചെയ്തിട്ട് നേരതാണ് പാർക്കിംഗ് ഏരിയ. ഇതിലെ സെക്കൻഡ് ഫ്ലോറിലാണ് ഞങ്ങൾ പാർക്ക് ചെയ്തത്. അങ്ങനെ കിഴക്കേ നടയിലേക്ക് നടന്നു പോവുകയാണ്. അപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു ചായക്കടയൊക്കെ ഉണ്ട്, കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊരു കടയിൽ നിന്ന് ഒരു കട്ടൻ ചായ പറഞ്ഞു. കൃഷ്ണ ഗുരുവായൂരപ്പ. മട്ടന്നൂരിൽ നിന്ന് വന്നിട്ടുള്ള ശാലിനി, സ്മിത. മട്ടന്നൂരിൽ നിന്ന് വന്നിട്ടുള്ള ശാലിനി, സ്മിത എന്നിവർ ക്ഷേത്ര പരിസരത്തുണ്ടെങ്കിൽ ഭഗവതി നടയ്ക്ക് സമീപം എത്തിച്ചേരുക. അച്ഛൻ കാത്തു നിൽക്കുന്നു. ഇന്നും അത്യാവശ്യത്തിന് തിരക്കുണ്ട്. ഇവരാണ് ഇന്നത്തെ നമ്മുടെ കപ്പിൾ. ഗ്രൂമിൻ്റെ പേരെന്തെന്ന് വെച്ചാൽ ബിച്ചു, എൻ്റെ അതേ പേര്. ബ്രൈഡ് കാവ്യ. ഇത് വല്ലാത്ത പ്രശ്നമാണല്ലോ. ഇങ്ങനെയൊന്നും അല്ലടാ. അങ്ങനെ കപ്പിൾ ഷൂട്ടിങ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോയി. ഹോട്ടലിൽ നിന്ന് കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം, അതായത് സദ്യ, അച്ചാറ്, പുളിയഞ്ചി, പിന്നെന്താ വരുന്നത്, കൂട്ടുകറി, അങ്ങനെ സദ്യയിലെ ഐറ്റംസ് ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. പരിപ്പന്നല്ല അത്, പിന്നെ അവിയൽ, കാളൻ, എളുപ്പം കൊണ്ടുപോകട്ടാ, തോരൻ, പിന്നെ ഉപ്പേരി ആയ ഒക്കെ ഓരോ സാധനങ്ങളെത്തി. അങ്ങനെ ചോറെത്തി. ചോറ് കുറച്ചൊന്നും കഴിക്കുന്നുള്ളൂ. കുറച്ച് മുന്നേ ഉഴുന്നുകൂടെ കഴിച്ചതാണ്. രാവിലെ കട്ടൻ ചായ കുടിച്ചതിന് ശേഷം പിന്നെ ഒരു 10:30 ഞങ്ങൾ ഹോട്ടലിൽ വന്നിട്ട് അവിടെ നിന്ന് ഉഴുന്നുകൂടെ കഴിച്ചു. അതുകൊണ്ട് ചോറ് കുറച്ച് കഴിക്കുന്നുള്ളൂ. തീരെ വിശപ്പില്ല. അപ്പോൾ ഒരു 11:30-12 മണിയായിട്ടുള്ളൂ. പിന്നെ പപ്പടം കൂട്ടിക്കുഴച്ച് കുറച്ച് ചോറൊക്കെ കഴിച്ച്, പായസം ഉണ്ടായിരുന്നു, പരിപ്പ് പാലടം, അതുകൊണ്ട് കുടിച്ചു. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞ് ബ്രൈഡ് വേറൊരു സാരി എടുത്ത് അതിൽ കുറച്ച് കപ്പിൾ ഫോട്ടോസൊക്കെ എടുത്തു. അത് പടിഞ്ഞാറ നടയിൽ വെച്ചിട്ട് ഞങ്ങളത് ഷൂട്ട് ചെയ്ത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.